അപ്പോൾ ഇന്ന് നമുക്കൊരു വാൾ ഡെക്കോർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുക. നമുക്ക് ഏത് ഷേപ്പിലാണ് വാൾ ഡെക്കോർ ആവശ്യമായിട്ടുള്ളത് ആ ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ലവ് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. വരച്ചിട്ടൊരു മെനയില്ലാത്ത ലവ് ഷേപ്പായിട്ട് തോന്നി. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നല്ല വൃത്തിയായിട്ട് ഈ ഷേപ്പ് ഒന്ന് വെട്ടി മാറ്റാം. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ക്രേ പേപ്പറാണ്. നമുക്ക് വേണമെങ്കിൽ 1, 2, 3 കളറിലുള്ള ക്രേ പേപ്പർ ഇതിന് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ കളർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നു. ഇനി ഈ ക്രേ പേപ്പറിനെ നമുക്ക് റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ ഷേപ്പിലോ ഒന്ന് വെട്ടിയെടുക്കണം. അതിൻ്റെ സൈസ് ഒരുപാട് വലുതും ആവരുത് ചെറുതും ആവരുത്, ഈ ഷേപ്പിൽ കിട്ടണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പിലുള്ള ഗ്ലൂ ആണോ ഇരിക്കുന്നത് ആ ഗ്ലൂ ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടി ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതായത് ഈ വെട്ടി വെച്ചിരുന്ന ക്രേ പേപ്പറിനെല്ലാം ഈ ഒരു ഷേപ്പിൽ ചുരുട്ടിയതിന് ശേഷം ഈ പശയിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഷേപ്പിൽ ചുരുട്ടിയെടുക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ വേറൊരു ഐഡിയ കൂടെ പറഞ്ഞുതരാം. ഒരു പെൻസിൽ എടുത്തിട്ട് ഈ ക്രേ പേപ്പർ ആ പെൻസിലിൻ്റെ ടിപ്പിലൊന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പം നമുക്ക് ആ ഷേപ്പ് കിട്ടും. ഇനി ഇതുപോലെ ആ കാർഡ്ബോർഡ് ഫുള്ളായിട്ട് ഇത് വെച്ചങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പരിപാടി തീർന്നു എന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇനിയാണ് നമ്മുടെ ജോലി. ഇതൊന്ന് ഷേപ്പിന് വെട്ടിയെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇത് വാളിൽ ഹാങ് ചെയ്യാം, അല്ലെങ്കിൽ വാളിൽ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കോർ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.